ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പേഴ്സണൽ NVMe ഹാർഡ് ഡിസ്ക് സ്വന്തമായിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. സാധാരണ നമുക്ക് ഒരു NVMe ഹാർഡ് ഡിസ്ക് പുതിയത് പോർട്ടബിൾ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല വില വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ സിമ്പിളായിട്ട് ചെറിയൊരു എമൗണ്ടിൽ ചെയ്തെടുക്കാം. അത് വേറെ പ്രത്യേകിച്ച് ടൂൾസൊന്നും ഉപയോഗിക്കാതെ ഒരു ചെറിയൊരു എമൗണ്ടിൽ നമുക്ക് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളത് ഒരു 2 മിനിറ്റ് സമയം കൊണ്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഒരെണ്ണം ഈവോയുടെ 970+ എന്ന് പറഞ്ഞൊരു NVMe ആണ്. ഇതിന് 3500 ഇതിൻ്റെ റീഡ് സ്പീഡ്. ഇത് NVMe PCIe 3 ആണ്. ഓക്കെ, അടുത്ത് ഇതൊരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രൂഷ്യൽ എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് 3500 റീഡ് സ്പീഡ് പറയുന്നതാണ്. അപ്പോൾ അത്യാവശ്യം നല്ല ഫാസ്റ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇത് PCIe 3.0 NVMe M.2 SSD നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ M.2 മാത്രമുള്ള വേരിയൻ്റ് ആകുമ്പോൾ ഇത്രയും സ്പീഡ് കിട്ടില്ല. പിന്നെ നല്ലൊരു കേസും കൊണ്ട് നമ്മൾ വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് തരാതെ ഈ ഒരു ഹാർഡ് ഡിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഒരു കേസ് ഞാനിപ്പോൾ ഈ ഒരു കേസാണ് എടുത്തിരിക്കുന്നത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ഒരു കേസിൻ്റെ അകത്ത് കൂടെ വരുന്നത്, അതായത് നമുക്കിത് മൊബൈലിൽ കണക്ട് ചെയ്യാനുള്ള കേബിളും വരുന്നുണ്ട്. അതായത് ടൈപ്പ് സി ടു ടൈപ്പ് സി കേബിൾ വരുന്നുണ്ട്. അത് കൂടാതെ ടൈപ്പ് സി ടു USB പോർട്ട്, ഫുൾ സൈസ് USB പോർട്ട് 3.0 പോർട്ടും വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് ഒരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു വാഷർ വന്നിട്ടുണ്ട്, നട്ട് വന്നിട്ടുണ്ട്, 2 നട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് NVMe ഫിറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, ഇത് പ്രത്യേകിച്ച് ടൂൾസൊന്നും ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് കേസ് ഡിസൈനാണ്. പിന്നെ ഇതിൽ വേറെ വന്നിരിക്കുന്നത് അതിൻ്റെ അവരുടെ ഒരു പേപ്പേഴ്സും പിന്നെ ഒരു കൊച്ചു സ്റ്റാൻഡും വന്നിട്ടുണ്ട്. ഇതിൽ വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇതിനെല്ലാം നീക്കി വെച്ചിട്ട് കേസ് എടുത്ത് എങ്ങനെ അസംബിൾ ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ കേസിൻ്റെ ഓപ്പൺ ചെയ്യാനായിട്ട് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇവിടെ ടൈപ്പ് സി പോർട്ട്. പിന്നെ ഇവിടെ വേറെ പ്രത്യേകിച്ച് പോർട്ടൊന്നുമില്ല. ഇത് അലുമിനിയം ബിൽഡാണ് ഈ കേസ്. അപ്പോൾ ഇവിടെ ഇജക്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇജക്റ്റ് ചെയ്യാൻ പറ്റും. ഈ സൈഡിലാണ് ഇതിൻ്റെ ആ ഒരു NVMeയുടെ ബോർഡ് വരുന്നത്. ഇതാണ് ആ NVMeയുടെ ബോർഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കേസ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഓക്കെ, ഇതാണ് ക്രൂഷ്യലിൻ്റെ ഹാർഡ് ഡിസ്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ ഒരു ഹാർഡ് ഡിസ്ക് മാത്രമേ വരുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ഓപ്പൺ ചെയ്ത് നമുക്ക് ഈ ഒരു ലോക്ക് ശ്രദ്ധിക്കുക. ഈ ഒരു ലോക്ക് ശ്രദ്ധിച്ച് കൃത്യമായിട്ട് അതിടുക. ഓക്കെ ഓക്കെ ഇനി ഇവിടെ ലോക്ക് ചെയ്യാനായിട്ടാണ്, ഇവിടെ ഇത് കൃത്യമായിട്ട് ലോക്കായിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ വാഷർ വരുന്നത്. ഇനി പ്ലാസ്റ്റിക്കിൻ്റെ ഈ വാഷറും കൂടെ ഇടാം. ഓക്കെ, ഈ ഒരു വാഷറാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഇവിടെ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ടൈപ്പ് മെക്കാനിസമാണ് ഇതിൻ്റെത്. ഓക്കെ, ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഒരു 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റിനകത്ത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണത്. ഇതിൽ കയറ്റി വയ്ക്കാം. ഓക്കെ, ഇവിടെ ഇന്നെന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ലോക്ക് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ സിസ്റ്റത്തിൽ കണക്ട് ചെയ്തിട്ട് ബാക്കി ഡീറ്റെയിൽസ് സിസ്റ്റത്തിൽ കാണിക്കാം. ഏകദേശം ഒരു 2 മിനിറ്റത്തെ പരിപാടിയേ ഉള്ളൂ. ഓക്കെ, നോക്കിയിട്ട് നമുക്ക് ഈ ഒരു ടൈപ്പ് സി പോർട്ടാണ്, ടൈപ്പ് സി ഭാഗമാണ് നമ്മൾ ഈ ഒരു കണക്ഷനായിട്ട് ഉപയോഗിക്കുന്നത്. ഒരു ടൈപ്പ് സി കൊടുക്കുക. അതായത് നമുക്ക് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഞാൻ ആ ഡിവൈസ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്, ആ ഹാർഡ് ഡിസ്ക് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവിൻ്റെ ഇത് കാണാനില്ല. ഓക്കെ, RTL 9210 എന്ന് കാണിക്കുന്നുണ്ട്, പക്ഷേ ഇവിടെ അഡീഷണൽ ആയിട്ടൊരു ഡ്രൈവ് കാണിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇതിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് ഡിസ്ക് മാനേജ്മെൻറ്റിൽ പോയ ശേഷം ഡിസ്ക് മാനേജ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു ഡ്രൈവിനെ ഇനിഷ്യലൈസ് ചെയ്യണം. ഓക്കെ ഓക്കെ ഇതാണ് ഡിസ്ക് മാനേജ്മെൻറ്റ്. ഈ ഡിസ്ക് മാനേജ്മെൻറ്റ് നമ്മൾ ഈ ഡ്രൈവിനെ ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് ഇതിൻ്റെ താഴേക്ക് പോവുക. താഴെ പോകുമ്പോൾ ഇവിടെ 931.5 GB അൺഅലോക്കേറ്റഡ് കാണിക്കും. ഇത് ഈ ഒരു സിമ്പിൾ, ഈ ഒരു റെഡ് സിമ്പിൾ ഡിസ്ക് ഇനിഷ്യലൈസ് ആവാത്തതുകൊണ്ടാണ് കാണിക്കുന്നത്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇനിഷ്യലൈസ് ഡിസ്ക് കൊടുക്കുക. ഇതിൽ നമുക്ക് GPGയോ MBR ഏതാണോ ചൂസ് ചെയ്യാം. ഞാനിപ്പോൾ MBR ചൂസ് ചെയ്തു, ഓക്കെ കൊടുക്കുകയാണ്. നോക്കാം. ഓക്കെ, MBR ചൂസ് ചെയ്ത് ഓക്കെ കൊടുക്കുമ്പോൾ ഇത് അൺഅലോക്കേറ്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇനി നമ്മൾ ഇതിലൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. ഒരു സിമ്പിൾ വോളിയം ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യണം. നെക്സ്റ്റ് കൊടുത്തു നെക്സ്റ്റ് കൊടുത്ത് പോകാമെന്നുള്ളേ ഉള്ളൂ. ഇതിൻ്റെ മൗണ്ട് ചെയ്യേണ്ട ലെറ്ററും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ഡിഫോൾട്ട് തന്നെ ഉപയോഗിക്കുകയാണ്. NTFS തന്നെ ചെയ്യുകയാണ്. പെർഫോം ക്വിക്ക് ഫോർമാറ്റോടെ കൊടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് കൊടുത്തു, ന്യൂ വോളിയം തന്നെ പേര് കൊടുത്തു, ഫിനിഷ് ചെയ്തു. അതായത് ഇപ്പോൾ ഫോർമാറ്റിംഗ് എന്നാണ് കാണിക്കുന്നത്. ഇത് ഫോർമാറ്റ് കംപ്ലീറ്റ് ആയ ശേഷം ഇപ്പോൾ ആ ഒരു പുതിയ ഫോൾഡർ ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി എന്തെങ്കിലും വേണമെങ്കിൽ ഒന്ന് കോപ്പി ചെയ്തിട്ട് നോക്കാം. ഓക്കെ, ഞാനിപ്പോൾ
ഞാൻ തന്നെ മുമ്പ് ചെയ്തൊരു വീഡിയോയുടെ എന്തെങ്കിലും ഒരു സംഭവം ഞാൻ ഇത് കോപ്പി ചെയ്തിട്ട് നോക്കാം. ഇതിൽ ഓക്കെ, ഇതിൽ ആ വലിയൊരു ഫയലെടുത്ത് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ ഈ ഒരു ഫുൾ ഫോൾഡറിലുള്ള സാധനങ്ങളെല്ലാം ഒന്ന് ഈ ഒരു ഫോൾഡർ ഓക്കെ, ഈ ഒരു ഫോൾഡറിൽ എല്ലാ ഫയൽസും കൂടെ സെലക്ട് ചെയ്തു, കോപ്പി ചെയ്തു, ഇവിടെ ഒരു ന്യൂ ഫോൾഡർ ഉണ്ടാക്കി. ഓക്കെ, ഫോൾഡറിൽ ഇപ്പോൾ പേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഈ ഫയൽ നമുക്ക് മൊബൈലിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. മൊബൈലിൽ കണക്ട് ചെയ്ത് നോക്കാം ഇനി. ഓക്കെ, നിങ്ങൾ മിക്കവാറും ചെയ്യുമ്പോൾ ആദ്യത്തെ പ്രാവശ്യം ചെയ്യുമ്പോൾ ലാപ്പിൽ ചെയ്യുന്നതായിരിക്കും എളുപ്പം, ലാപ്പിലോ കമ്പ്യൂട്ടറിലോ ചെയ്യുന്നതായിരിക്കും എളുപ്പം. അത് കഴിഞ്ഞിട്ട് മൊബൈലിൽ കൊടുത്താലേ എടുക്കുള്ളൂ. ആദ്യമേ മൊബൈൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഈ ഡിസ്ക് ഫോർമാറ്റ് ചെയ്യാത്തത് കൊണ്ട് അത് ഒരു പക്ഷേ കാണിക്കാൻ ചാൻസ് ഇല്ല. ചില മൊബൈലുകളിൽ ഒരു പക്ഷേ വേറെ എന്തെങ്കിലും ഫയൽ മാനേജർ വഴി ചെയ്യാനുള്ള പ്രൊവിഷനുള്ള സാധനങ്ങൾ മാത്രമേ കാണിക്കാൻ ചാൻസ് ഉള്ളൂ, അല്ലാതെ അത് കാണിക്കാൻ സാധ്യത കുറവാണ്. ഇതിപ്പോൾ ഞാൻ ചെറിയ ഫയൽസും വലിയ ഫയൽസും കൂടെ ചെയ്താണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത്. അപ്പോഴേ നമുക്കൊരു കറക്റ്റ് ഒരു റിയൽ ടൈം സിനാരിയോയിൽ എത്ര സ്പീഡ് കിട്ടും എന്നുള്ള അറിയാൻ പറ്റും. ഇപ്പോൾ ഒരു 102 ഏകദേശം ഇതായിപ്പോൾ ഒരു 80-90 അതെ ഒരു 100 ആവറേജ് ഒരു 100 Mbps ആണ് സ്പീഡ് കിട്ടുന്നത്. ഓക്കെ, പിന്നെ ചെറിയ ഫയൽസും ഇതിൻ്റെ ഇടയിലുണ്ട്. ഇതിൽ കുറച്ച് ഇമേജസ് ഉണ്ട്, കുറച്ച് ആഡിയോ ഫയൽസ് ഉണ്ട്, ചെറിയ ചെറിയ ഫയൽസും ഉണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പെർഫോമൻസും കൂടെ ഏകദേശം എത്ര ഉണ്ടെന്നുള്ളതൊന്ന് അറിയാൻ പറ്റും. ഞാനിപ്പോൾ ഇതിനെ ക്ലോസ് ചെയ്തിട്ട് ഓക്കെ ഇതിനെ ക്ലോസ് ചെയ്യാം. അതായത് ഈ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ദിസ് PC എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ വോളിയം വന്നിട്ടുണ്ട് 931 GB. ഓക്കെ, ഇതിനെ ഇജക്റ്റ് ചെയ്യാം. ഇജക്റ്റ് ചെയ്തിട്ട് ഇനി ലാപ്പിൽ കണക്ട് മൊബൈലിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കാം സ്റ്റാറ്റസ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇജക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡിവൈസിനെ ഞാനിപ്പോൾ ഫോർമാറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇൻഡസ്ട്രി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേബിളല്ല നമുക്കിനി വേണ്ടത്. ഇനി മൊബൈലിൽ കണക്ട് ചെയ്യാനായിട്ട് Type-C to Type-C കേബിളാണ് വേണ്ടത്. ഇതാണ് Type-C to Type-C കേബിൾ. ഓക്കെ, അത് ഇതിൻ്റെ കൂടെ തന്നെ വരുന്നുണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ വേറൊരു കേബിൾ നിങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ Type-C to Type-C കേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് നോക്കാം. ഒരു എൻഡ് മൊബൈലിൽ കൊടുത്തു, അടുത്ത എൻഡ് ഈ ഡിവൈസിൽ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഈ ഡിവൈസിൽ കൊടുത്ത സമയത്ത് ഇതിൽ ലൈറ്റുകളൊന്നും കാണിക്കുന്നില്ല. അതായത് ഈ ഡിവൈസിലൊരു ബ്ലൂ ലൈറ്റ് ഉണ്ട്, ഇതിൽ ഈ പോർഷനിലായിട്ട് ബ്ലൂ ലൈറ്റ് ഉണ്ട്, അത് കത്തുന്നില്ല. അപ്പോൾ അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, ഈ മൊബൈലിൽ നമുക്ക് ഇവിടെ നിന്ന് OTG ഓൺ ചെയ്താൽ മാത്രമേ നമുക്ക് OTG കണക്ഷൻ കിട്ടുള്ളൂ. ചില മൊബൈലുകളിൽ അങ്ങനെയാണ്, OTG കണക്ഷൻ ഓൺ ആക്കി കൊടുക്കണം. ഇവിടെ ഞാൻ OTG കണക്ഷൻ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, OTG കണക്ഷൻ ഓൺ ആക്കിയ സമയത്ത് ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് വരുന്നുണ്ട്, അത് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആക്ടിവിറ്റീസ് എന്തോ നടക്കുന്നുണ്ടെന്നുള്ളതാണ് അത് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇവിടുത്തെ ഫയൽ മാനേജർ വഴി ഓപ്പൺ ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഫയൽ മാനേജർ വഴി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ താഴേക്ക് വരുമ്പോൾ ഇവിടെ ഏകദേശം 1000 GB അവൈലബിൾ ആണെന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. കൂടാതെ നമ്മളിപ്പോൾ നേരത്തെ ഇട്ടത് ഒരു ന്യൂ ഫോൾഡർ എന്ന് പറഞ്ഞൊരു ഫയലാണ്. ഈ ന്യൂ ഫോൾഡറിൻ്റെ അകത്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കോപ്പി ചെയ്ത ഫയൽസ് എല്ലാം ഇവിടെ ഇതിൽ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിലിപ്പം ഇതിപ്പോൾ അതിൽ നിന്ന് എടുത്തൊരു ഫയലാണ്. ഓക്കെ, നമ്മൾ നേരത്തെ ചെയ്ത DIY ബാറ്ററി പാക്കിൻ്റെ വീഡിയോ ആണ്. ഓക്കെ, അതിനകത്ത് ഇതിൽ കോപ്പി ചെയ്തു അതിൻ്റെ അനുബന്ധ സംഭവങ്ങളാണ് ഈ കിടക്കുന്നത്. ഓക്കെ, ഇതിപ്പോൾ നമുക്കൊരു 2 മിനിറ്റിനകത്ത് ഈസി ആയിട്ട് ചെയ്തെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. ഇത് ഏകദേശം ഈ ഒരു കേസിന് ഒരു 1000 രൂപയ്ക്ക് താഴെയാണ് ഈ ഒരു കേസിന് വില വരുന്നത്. പിന്നെ ഈ ഹാർഡ് ഡിസ്കിന് ഈ ക്രൂഷ്യലിൻ്റെ ഈ ഹാർഡ് ഡിസ്കിന് എനിക്ക് വില വന്നത് ഏകദേശം ഒരു ഇതിപ്പോൾ 1 TB ആണ്. 1 TB ആയതുകൊണ്ടാണ് എനിക്ക് 5100 രൂപ ആയത്. 5000 അല്ലെങ്കിൽ ഒരു അത്രയും വില വരില്ല. ബാക്കി അതിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ ആയിട്ട് കാണിക്കാം. പുതിയതല്ലാതെ ബ്രാൻഡഡ് ഐറ്റംസ് വേറെ വാങ്ങിക്കുമ്പോൾ എത്രയാണ് വരുന്നത്. ഇതിന് 5 year വാറൻറ്റി വരുന്ന ഒരു ഹാർഡ് ഡിസ്ക്കാണ് ഈ വരുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു പോർട്ടബിൾ 1 TB വാങ്ങിക്കാൻ പോകുമ്പോൾ ഉള്ള റേറ്റാണ് ഈ കാണിക്കുന്നത്. ഇപ്പോൾ ഇത് 13 രൂപയാണ് ഈ ക്രൂഷ്യലിൻ്റെ കാണിക്കുന്നത്, അതായത് 13000 രൂപ. പിന്നെ അവരുടെ തന്നെ കുറഞ്ഞൊരു മോഡൽ 10000 രൂപയുടെ ഒപ്പമുണ്ട്. പിന്നെ 10000 രൂപയ്ക്ക് തന്നെ സാൻഡിസ്കുകളുടെ ഒപ്പമുണ്ട്. സാൻഡിസ്കിൻ്റെ തന്നെ വേറെ മോഡലുകൾ പല മോഡലുകൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ആമസോൺ ബേസിക്സിൻ്റെ ഒരെണ്ണം 7300 രൂപയ്ക്ക് കിടപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അതിൽ 1 year വാറൻറ്റിയാണ് അവർ പറയുന്നത്. അതായത് ഈ ഹാർഡ് ഡിസ്കിന് 7300 കൊടുക്കുകയും വേണം, 1 year വാറൻറ്റി ഉള്ളൂ. അപ്പോൾ പക്ഷേ നമ്മളിപ്പോൾ ചെയ്യുന്ന പരിപാടിയിൽ ഇതിൽ കേസിന് വാറൻറ്റി കുറവായിരിക്കും. ഇവിടെ കേസിന് ഇപ്പോൾ ആമസോൺ ബേസിക്സിൻ്റെ തന്നെ നമുക്ക് കേസ് കിട്ടും. 880 രൂപയെ ആമസോൺ ബേസിക്സിൻ്റെ കേസിന് വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഹാർഡ് ഡിസ്കിന് 5290 1 TBക്ക്. ഓക്കെ, ഇത് തന്നെ 1 TBക്ക് വരെ നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറഞ്ഞ ആൾട്ടർനേറ്റീവ് ആയിട്ട് 512 GB നോക്കാം. 512 GB നോക്കുകയാണെങ്കിൽ NVMeക്ക് വരുന്നത് 2800 രൂപ വരുന്നുള്ളൂ.
ഓക്കെ. അത് ഓരോ ബ്രാൻഡിനനുസരിച്ച് ഓരോ വിലക്കായിരിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ് എടുക്കുമ്പോൾ 2633 കാണിക്കുന്നുണ്ട്, പല പല റേറ്റിന് കാണിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിലൊരു ഹാർഡ് ഡിസ്ക് ഒരു NVMe ഹാർഡ് ഡിസ്ക് നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ. പിന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേസ് ഇപ്പോൾ ഞാനിപ്പോൾ എടുത്ത പൈബോക്സിൻ്റെ ഒരു കേസാണ്. അപ്പോൾ ഇതിൽ എത്രയും സാധനങ്ങളാണ് കിട്ടുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ടൈപ്പ് സിയും ബാക്കി ടൈപ്പ് A to C എല്ലാം അത്യാവശ്യം വേണ്ട കേബിൾസും കണക്ഷൻസും എല്ലാം കിട്ടുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ കേസ് വാങ്ങിക്കുമ്പോൾ എപ്പോഴും NVMe M.2 തന്നെയാണെന്ന് ഉറപ്പ് വരുത്തുക. നമ്മൾ വാങ്ങിക്കുന്നത് ഈ NVMe ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് കേസ് തന്നെ എടുക്കുക. കാര്യം പല ടൈപ്പ് കേസുകൾ ഇവിടെ വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഇതിൽ തന്നെ സാറ്റ മാത്രം M.2 മാത്രം ഉണ്ട്. അപ്പോൾ അതിനെല്ലാം പല വിലയായിരിക്കും. പിന്നെ ഇതിൻ്റെ സ്പീഡും ശ്രദ്ധിക്കുക. ഇത് ഇവർ പറയുന്നത് 10 Mbps വരെയാണ് സ്പീഡ് പറയുന്നത്. അതായത് ഇവിടെ നോക്കിയാൽ അറിയാം, USB 3.2 10 Mbps. ഓക്കെ. പിന്നെ ഇതിൻ്റെ തന്നെ വേറെ ഒരുപാട് ഓൾട്ടർനേറ്റീവ് കേസുകൾ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് തന്നെ വാങ്ങിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെയൊക്കെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ആമസോൺ ബേസിക്സിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇത് പക്ഷേ സ്ക്രൂ പറ്റുന്ന മോഡലാണ്. ഞാൻ ഈ മോഡൽ എടുക്കാൻ കാര്യം ഇതൊരു സ്ക്രൂലെസ് സെറ്റപ്പ് ആയതുകൊണ്ട്, അതായത് നമുക്ക് പ്രത്യേകിച്ച് ഒരു ടൂൾസും വേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഈ ഒരു കേസിന് ഒരു 1 ഇയറാണ് വാറണ്ടി വരുന്നത്. പിന്നെ നമുക്ക് ആ ഹാർഡ് ഡിസ്കിൻ്റെ വാറണ്ടി കൂടെ നോക്കാം. ഹാർഡ് ഡിസ്കിന് 5 ഇയറാണ് വാറണ്ടി. ഈ NVMeക്ക് 5 ഇയറാണ് വാറണ്ടി വരുന്നത്. പിന്നെ ഇതിൻ്റെ തന്നെ 2TB അങ്ങനെ പല വേരിയൻ്റ് ഉണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ സെപ്പറേറ്റ് കേസ് വാങ്ങിക്കുമ്പോൾ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന് പകരം നമുക്ക് ഇഷ്ടമുള്ള വേറെണ്ണം വേണമെങ്കിൽ വാങ്ങിയിടാൻ പറ്റും. മറ്റതിൽ നമുക്കത് വാറണ്ടി ഉള്ളത് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. മറ്റതിൽ ചിലതിന് 3 ഇയർ ആയിരിക്കും, ചിലതിന് 5 ഇയർ ആയിരിക്കും, ചിലതിൽ 1 ഇയർ ആയിരിക്കും.